ദേശാഭിമാനി മുഖപ്രസംഗം 2024 സെപ്റ്റംബർ 19. ബുൾഡോസർ ഭരണം വേണ്ട, ഭരണഘടനാ വാഴ്ച മതി. വിവിധ സംസ്ഥാനങ്ങളിലെ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ BJPയുടെ വർഗീയ സർക്കാരുകൾ മതവും രാഷ്ട്രീയവും നോക്കി സാധാരണക്കാരുടെ വീടുകളും സ്ഥാപനങ്ങളും ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തുന്നതിനെതിരെ അതിശക്തമായ താക്കീതാണ് ഇന്ത്യയുടെ പരമോന്നത കോടതി ചൊവ്വാഴ്ച നൽകിയിരിക്കുന്നത്. BJP സർക്കാരുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടുന്നതിൻ്റെയും നിശബ്ദരാക്കുന്നതിൻ്റെയും ഭാഗമായി നടപ്പാക്കുന്ന ബുൾഡോസർ തേർവാഴ്ചയ്ക്കെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ കർക്കശമായ ഇടപെടൽ. ഒക്ടോബർ 1 കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ സുപ്രീം കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യത്തൊരിടത്തും ഇത്തരത്തിൽ കെട്ടിടങ്ങൾ പൊളിക്കരുതെന്നാണ് ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. കേസിൽ ഇടക്കാല ഉത്തരവിടരുത് എന്ന് ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആവശ്യപ്പെട്ടപ്പോൾ രൂക്ഷമായിരുന്നു സുപ്രീം കോടതിയുടെ പ്രതികരണം. പൊളിക്കൽ 2 ആഴ്ച നിർത്തിവച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ല എന്നാണ് കോടതി കടുപ്പിച്ചു പറഞ്ഞത്. ക്രിമിനൽ കേസ് പ്രതികൾ എന്നാരോപിച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ BJP സർക്കാരുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ടവരുടെയും വീടുകളും മറ്റ് കെട്ടിടങ്ങളും പൊളിക്കുന്നതിനെതിരെയാണ് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും ജമിയത്തുൽ ഉലമ ഹിന്ദ് അടക്കം ചില സംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചത്. 15 ദിവസത്തിനിടെ 2ാം തവണയാണ് കേസ് കോടതി പരിഗണനയ്ക്ക് എടുത്തത്. പ്രതിയെന്നല്ല, കുറ്റവാളിയാണെങ്കിൽ പോലും ആരുടെയെങ്കിലും കെട്ടിടങ്ങൾ നിയമവിരുദ്ധമായി പൊളിക്കുന്നത് അനുവദിക്കാനാവില്ല എന്ന് സെപ്റ്റംബർ 2 കേസ് പരിഗണിച്ചപ്പോൾ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തികഞ്ഞ ധാർഷ്ട്യത്തോടെ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച് പൊളിക്കൽ തുടരുകയാണ് എന്ന് പരാതി ഉയർന്നതോടെയാണ് പൊളിക്കൽ കർക്കശമായി വിലക്കി കോടതി ഇടക്കാല ഉത്തരവിട്ടത്. ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തലുകൾ തുടരുമെന്നും വളയം ആരുടെ കയ്യിലാണ് എന്നതിനെ ആശ്രയിച്ചാണ് അതെന്നും ഉത്തർപ്രദേശിലെ ഒരു മന്ത്രി ഭീഷണി സ്വരത്തിൽ പറഞ്ഞത് കോടതി എടുത്തു പറഞ്ഞു. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ഇടപെടൽ തേടുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അനധികൃത നിർമ്മാണങ്ങൾ നിയമപരമായി നീക്കുന്നതിന് എതിരല്ലെന്നും അതിന് രാജ്യവ്യാപകമായി ബാധകമായ മാർഗരേഖ ഉണ്ടാക്കുമെന്നും സെപ്റ്റംബർ 2 കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഹർജിക്കാരോടും നിർദ്ദേശിച്ചിരുന്നു. പൊതുവഴികൾ, നടപ്പാതകൾ, റെയിൽവേ ഭൂമി, ജലാശയങ്ങൾ എന്നിവിടങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുന്നതിന് ഇടക്കാല ഉത്തരവ് തടസ്സമല്ലെന്നും ചൊവ്വാഴ്ച കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വർഗീയ രാഷ്ട്രീയ താൽപ്പര്യങ്ങളോടെ BJP സർക്കാരുകൾ ചില വിഭാഗങ്ങളുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച് തകർക്കുന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. BJP സർക്കാരുകൾ പറയുന്ന ക്രിമിനൽ കേസുകളിൽ രാഷ്ട്രീയമായ കള്ളക്കേസുകളും ഉൾപ്പെടുന്നുണ്ട്. BJPയുടെ ഉന്നത നേതാക്കൾ നടത്തിയ പ്രവാചക നിന്ദയ്ക്കെതിരെ പ്രതിഷേധിച്ചവരുടെയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവരുടെയും വീടുകളും സ്ഥാപനങ്ങളും നിർത്തപ്പെട്ടതായി ആക്ഷേപമുണ്ട്. 2017 യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ ശേഷമാണ് ബുൾഡോസർ വാഴ്ച ആരംഭിക്കുന്നത്. തുടർന്ന് ഇത് BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കോൺഗ്രസ് ഭരിച്ച ചിലയിടങ്ങളിലേക്കും വ്യാപിച്ചു. എന്നാൽ ഉന്നാവോ കൂട്ടബലാത്സംഗ കേസിലും ഇരിയുടെ അച്ഛനെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയായ UPയിലെ BJP MLA കുൽദീപ് സെൻഗാർ 2019 ശിക്ഷിക്കപ്പെട്ടപ്പോഴോ കഴിഞ്ഞ ഡിസംബറിൽ UPയിൽ തന്നെ BJP MLA രാംദുലാർ ഗോണ്ട് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ടപ്പോഴോ ഒന്നും ബുൾഡോസറുകൾ ഉരുളുന്നത് കണ്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഭരണഘടനാ വിരുദ്ധമായ ബുൾഡോസർ വാഴ്ചയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ വ്യക്തമാകുന്നത്. വർഗീയ ദുർഭരണത്തിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ പ്രതിഷേധിക്കുന്നത് പോലും ഭയപ്പെടുത്തി തടയുക എന്നതും BJP സർക്കാരുകളുടെ ലക്ഷ്യമാണ്. ഏതാനും വർഷങ്ങൾക്കിടെ ഇത്തരത്തിൽ 4.5 ലക്ഷത്തോളം വീടുകൾ ഇടിച്ചു തിരുത്തപ്പെട്ടു എന്നാണ് ഒരു കണക്ക്. ഈ ഫാസിസ്റ്റ് അക്രമത്തിനെതിരെ ശക്തമായ താക്കീതാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. രാജവാഴ്ചക്കാലത്ത് പോലും കേട്ടുകേൾവിയില്ലാത്ത പ്രാകൃത ശിക്ഷകളല്ല രാജ്യത്തിൻ്റെ ഭരണഘടനയായിരിക്കണം സ്വതന്ത്ര ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ നീതി നിർവഹണത്തിന് അടിസ്ഥാനം.